വ്യക്തമാക്കാം. ശ്രീ PR ശിവശങ്കർ, ഇവിടെ യാതൊരു വിധത്തിലും യോജിപ്പിന്റെ വക്കെത്താത്ത കുറെ പ്രതിപക്ഷ പാർട്ടികളായിരുന്നു കുറച്ച് മുൻപ് വരെയും ഇന്ത്യ മുന്നണിയിലും ഉണ്ടായിരുന്നത്. അവരെ ഭിന്നിപ്പിക്കാൻ, അവരെ നിങ്ങൾക്കൊപ്പം കൊണ്ടുവരാനൊക്കെ പഠിച്ച പണി നിങ്ങളും ശ്രമിച്ചു. അതിൽ കുറെയൊക്കെ വിജയിക്കുകയും ചെയ്തു. ആ ഡീൽ പകുതി വഴിയിൽ നിൽക്കുമ്പോഴാണ് പ്രതിപക്ഷ പാർട്ടികൾക്കെതിരായ അങ്ങേയറ്റത്തെ ജനാധിപത്യ വിരുദ്ധം എന്ന് വിശേഷിപ്പിക്കുന്ന നടപടികൾ ഉണ്ടായത്. ഏറ്റവും ഒടുവിൽ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് അടക്കം. ആ ഒരു ഘട്ടത്തിൽ കൂടുതൽ കരുത്തോടെ പ്രതിപക്ഷ കക്ഷികൾ ഒന്നിക്കുന്നതാണ് ഇന്ന് നമ്മൾ ഡൽഹിയിൽ കണ്ടത്. ഇന്ത്യ മുന്നണിയുടെ രൂപീകരണ സമയത്ത് ഇന്ത്യ എന്ന് പറഞ്ഞ് അതിനെ ആക്ഷേപിക്കുമ്പോൾ തന്നെ അത് നിങ്ങൾക്ക് കുറച്ച് വേവലാതികൾ ഉണ്ടാക്കിയെന്ന് തോന്നിയിരുന്നു. ഇതിപ്പോൾ ആ മുന്നണി കൂടുതൽ കരുത്താർജിക്കുമ്പോൾ കൂടുതൽ കരുതിയിരിക്കേണ്ട സാഹചര്യമാണോ NDAക്ക്? ഞാൻ വിശ്വസിക്കുന്നത് ഇത് പ്രതിപക്ഷ നേതാക്കൾക്ക് ഒരു പക്ഷേ ഇത്തരം ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ അല്ലെങ്കിൽ അവരുടെ അസംഷൻ ഇന്ത്യ മുന്നണി, ഇന്ത്യ INDA മുന്നണി ഒരു ശക്തിയായി എന്നെല്ലാം പറയാം. പക്ഷെ അതിന്റെ യഥാർത്ഥ ചിത്രം നോക്കുമ്പോൾ നമ്മൾ ഒരു സ്വപ്നത്തിൽ നിന്ന് മാറി യഥാർത്ഥ കാര്യങ്ങൾ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നില്ല ഇവർ ശക്തി ആർജിച്ചു എന്ന്. ഇവർക്കൊക്കെ വേണമെങ്കിൽ സമാധാനം ഉണ്ടാകാം ശക്തി ആർജിച്ചു എന്നൊക്കെ വെച്ചിട്ട്. കണക്കുകൾ നോക്കൂ. ഇത് 2019 UPA മുന്നണി ഏതാണ്ട് ഇതൊക്കെ തന്നെയായിരുന്നു. ആ UPA മുന്നണിയിൽ ഇല്ലാത്ത ആരാണ് പ്രത്യേകമായിട്ട് ചേർന്നത്? വളരെ കുറച്ചു പേര് മാത്രമാണ്. ഇനി ഇവർ ശക്തി ആർജിച്ചു എന്ന് പറയുന്നു. ഓഗസ്റ്റ് 31 ഇന്ത്യ മുന്നണി സഖ്യമാണോ കോൺഗ്രസ് ആണോ എന്നറിയില്ല. ഏതായാലും കോൺഗ്രസിന്റെ ട്വീറ്റിലുണ്ടായിരുന്നു AICC ആണ് പണം നൽകിയത്, വോയിസ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഒരു പരസ്യം നൽകിയിരുന്നു. 15ഓളം മുഖ്യമന്ത്രിമാരുടെ പടം വെച്ചിട്ടുള്ള ഒരു പരസ്യം. ഇതാ ഇന്ത്യ മുന്നണി വളരെ ശക്തമായി മുന്നോട്ട് പോകുന്നു എന്ന് പറഞ്ഞ ഒരു പരസ്യം നൽകിയിരുന്നു. പ്രധാനപ്പെട്ട ആള് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന നിതീഷ് കുമാർ, ബീഹാർ മുഖ്യമന്ത്രിയായിരുന്ന നിതീഷ് കുമാർ ആയിരുന്നു. ആ നിതീഷ് കുമാറിന്റെ സ്ഥിതി എന്താണെന്ന് നമുക്കറിയാം. നിതീഷ് കുമാർ എവിടെ പോയിരുന്നു? രാജസ്ഥാനിലെ ഖലോട്ടും അതേപോലെ ഛത്തീസ്ഗഡിലെ ഭൂപേഷ് ബാഗൽ അദ്ദേഹവുമായിരുന്നു. അവർ രണ്ടുപേരൊന്നും മുഖ്യമന്ത്രിയല്ല, അവർക്ക് അന്ന് ഭരണത്തിലില്ല. മമതാ ബാനർജി ഉണ്ടായിരുന്നു. മമതാ ബാനർജിയുടെ വെസ്റ്റ് ബംഗാളിൽ നിന്ന് കോൺഗ്രസ് CPM ആയിട്ട് സഖ്യത്തിലാണ് മത്സരിക്കുന്നത്. അവിടെ ആരാണ് മുഖ്യ പ്രതിപക്ഷമെന്നും ആരാണ് ഭരണപക്ഷമെന്നും CPM-ഉം കോൺഗ്രസിന്റെ സ്ഥിതി എന്താണെന്ന് അറിയാം. മറ്റു രണ്ടുപേരുടെ കാര്യമാണെങ്കിൽ ഹേമന്ത് സോറനും അരവിന്ദ് കെജ്രിവാൾ. ഒരാൾ ഭാര്യയ്ക്ക് ഉത്തരവാദിത്തം കൊടുത്ത് മാറി നിൽക്കുന്നു, മറ്റൊരാൾ ഭാര്യയ്ക്ക് ഉത്തരവാദിത്തം നൽകാനായി വെമ്പൽ കൊണ്ട് മാറി നിൽക്കുന്നു. അങ്ങനെ ഏതാണ്ട് 7 or 8 പേര് ഇന്ന് ഇവർ തന്നെ മുന്നോട്ട് വെച്ചിരുന്ന ഒരു മുഖ്യമന്ത്രിമാരുടെ സഖ്യം പോലും. ശിവശങ്കർ, അത് തന്നെയാണ് ഇങ്ങനെ യോജിക്കേണ്ടുന്ന ഘട്ടത്തിലേക്ക് പ്രതിപക്ഷ പാർട്ടികളെ എത്തിച്ചിരിക്കുന്നത്. ഇന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്താണ്? അമ്പയർമാരെ സ്വയം നിശ്ചയിച്ചുകൊണ്ട്, കളിക്കാരെ ഇടയ്ക്കെടുത്തുകൊണ്ട് മാച്ച് ഫിക്സിംഗ് ആണ് നടത്തുന്നതെന്നാണ്. താങ്കൾ ഈ വിശദീകരിച്ച കാര്യങ്ങളാണ് അങ്ങനെ ഒരു ആരോപണത്തിലേക്ക് എത്തിച്ചത്. അതെങ്ങനെയാ? മമതാ ബാനർജിയോട് ഈ മുന്നണിയിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ BJP പറഞ്ഞു. എന്താ അസംബന്ധമൊക്കെ? മമതാ ബാനർജിയുടെ പാർട്ടിയുടെ വക്താക്കൾ ഇന്ന് ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നല്ലോ. അല്ല, അവിടെ സഖ്യമില്ലല്ലോ. ബംഗാളിൽ സഖ്യം ഉണ്ടെന്നാണെങ്കിൽ കുഴപ്പമില്ല. അവിടെ മമതാ ബാനർജിയും ഒക്കെ കൂടെ ഒരുമിച്ചാണ് മത്സരിക്കുന്നതെന്നാണ് പൊതു അഭിപ്രായത്തിൽ ഞാൻ സമ്മതിച്ചു. നിതീഷ് കുമാറിന്റെ കാര്യത്തിലോ? നിതീഷ് കുമാർ ആരായിരുന്നു? എനിക്കറിഞ്ഞൂടെ. NDAയുടെ കൺവീനറായിരുന്നു. BJPയുടെ സഖ്യകക്ഷി BJP മുന്നണിയുടെ കൺവീനറായിരുന്നു നിതീഷ് കുമാർ. ഞാൻ അങ്ങയുടെ വിഷമം എനിക്ക് മനസ്സിലാവും. എനിക്കൊരു വിഷമവും ഇല്ല. അല്ല, അങ്ങ് പറഞ്ഞതെല്ലാം ശരിയാന്ന് വെച്ചിട്ടല്ല ഞാൻ മിണ്ടാണ്ടിരുന്നത്. ഞാനൊരു മാന്യത. നിങ്ങൾ പറയുന്നതിന് മറുപടി പറയാൻ ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അല്ല, അത് കഴിഞ്ഞിട്ടാണ് സാധാരണഗതിയിൽ പറയാറുണ്ട്. ഞാൻ നിതീഷ് കുമാർ ആരാണെന്ന് ചോദിച്ചപ്പോൾ ഒരു ചോദ്യം ചോദിച്ചതേ ഉള്ളൂ. താങ്കൾ ഡിസ്റ്റർബ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അല്ല, അത് ഡിസ്റ്റർബൻസ് ഒന്നുമല്ല, എനിക്കിത് ശീലമാണ്. പ്രത്യേകിച്ച് പണിയായിട്ടിരിക്കുകയാണല്ലോ. അല്ലല്ല, ഞാൻ ഈ പണിയായിട്ടല്ല ഇരിക്കുന്നത്. എനിക്ക് വേറെ തീർച്ചയായിട്ടും ഈ പണിയായിട്ടാണ് ഞാൻ താങ്കളെ പരിചയപ്പെടുന്നത്. ശരി ശിവശങ്കർ, പറഞ്ഞോളൂ. തർക്കത്തിലേക്ക് പോകണ്ട, പറഞ്ഞോളൂ. നിതീഷ് കുമാറിനെ ഉയർത്തിക്കാട്ടിയ പാർട്ടിക്ക് തന്നെ ഇന്ന് നിതീഷ് കുമാറിനെ കൂടെ ഇല്ലാതായിരിക്കും ഞാൻ പറഞ്ഞത്. അത് BJPയുടെ ഒരു ഉത്തരവാദിത്തമാവുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഏതായാലും ആം ആദ്മി പാർട്ടിയുടെ അഴിമതി കോൺഗ്രസ് പ്രഖ്യാപിച്ചതുപോലെ ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. ആം ആദ്മി പാർട്ടി രൂപീകരിച്ചത് തന്നെ കോൺഗ്രസിനെതിരാണ്. എന്നിട്ട് ഇപ്പൊ ആം ആദ്മി പാർട്ടിയുടെ പൊയ്ക്കാലിൽ നിന്ന് BJPയെ മറിച്ചിടുവാൻ ശ്രമിക്കുന്ന കോൺഗ്രസിന്റെ ഗതികേട് ലോകത്താർക്കും വരല്ലേ എന്ന പ്രാർത്ഥനയെ എനിക്കുള്ളൂ. യഥാർത്ഥത്തില് ഇന്ത്യ മുന്നണി എന്ന് വെച്ചാൽ, INDA മുന്നണി എന്ന് വെച്ചാൽ ഇന്ത്യ എന്ന പേരിൽ ഡോട്ടും ഇന്ത്യ എന്ന സങ്കല്പത്തിൽ ഡൗട്ടും ഉണ്ടാക്കിയ ഒരു പ്രതിപക്ഷ കക്ഷികളാണ്.
ഇന്ത്യ എന്ന ഒരു വിശ്വാസത്തെ, ഇന്ത്യ എന്ന സങ്കല്പത്തെ, ഇന്ത്യ എന്ന രാജ്യത്തെ തന്നെ രണ്ടായി കീറിമുറിക്കുവാൻ ആഗ്രഹിച്ച് തെക്കേ ഇന്ത്യയെ രണ്ടാക്കാൻ ശ്രമിച്ച എത്രയോ ആളുകൾ DMKയും കോൺഗ്രസും അടക്കം ഈ സഖ്യത്തിലുണ്ട്. അപ്പൊ ഇവരൊരു INDA മുന്നണി, അതിൻ്റെ ഉള്ളിൽ ഓരോരോ ഡോട്ട് ഇടുന്നു. മാത്രമല്ല ഇന്ത്യയെ സൗത്ത് ഇന്ത്യയും നോർത്ത് ഇന്ത്യയുമായി വിഭജിക്കാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗം, അതിൽ തന്നെ ജമ്മു ആൻഡ് കാശ്മീരിന്റെ ഒക്കെ അസ്തിത്വം വേറെയാണെന്ന് വിശ്വസിക്കുന്ന മറ്റൊരു വിഭാഗം. ഇത്തരത്തിൽ ഇന്ത്യ, ഞാൻ ഇത്രയും പറഞ്ഞാൽ മതിയെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്തിയ കഴിഞ്ഞ്, എനിക്ക് ചാൻസ് തന്നില്ലെങ്കിലും വേണ്ടില്ല, ഐ വിൽ നോട്ട് ബെഗ് ഫോർ ദ ടൈം. ഇതിലെ സത്യത്തിൽ കുടുംബാധിപത്യത്തിൽ ഇല്ലാത്ത പാർട്ടികൾ ഏതാണ്? എനിക്ക് ചിരിയാ വരുന്നു. ഇപ്പൊ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ രാമന്റെയും അതേപോലെ രാവണന്റെ ഒക്കെ കഥ പറയുന്നു, രാമായണത്തിൽ വിശ്വസിക്കുന്നു, അതൊക്കെ എനിക്ക് സന്തോഷമുണ്ട്. കാരണം ഇവരൊക്കെ ശ്രീരാമനെയും അയോധ്യയൊക്കെ ഉയർത്തി പറയട്ടെ കുറച്ച് നാള്. അപ്പൊ രാഹുൽ ആയാലും പ്രിയങ്ക ആയാലും അഖിലേഷ് യാദവ് ആയാലും മുഫ്തി മുഹമ്മദ് ആയാലും ഉദ്ധവ് താക്കറെ ആയാലും തേജസ്വി ആയാലും ഇപ്പൊ DMKയുടെ സ്റ്റാലിനെയും അതുപോലെ ഉദയനിധിമാരനോട് ചേർത്തിട്ട് കുടുംബാധിപത്യത്തിനെതിരെ ശക്തമായി കുടുംബാധിപത്യം നോക്കിപ്പോയാൽ കുടുംബാധിപത്യത്തിന്റെ വേരുകളൊക്കെ ഇപ്പൊ BJPയിലാണ്. അതെ അതെ അതെ, നരേന്ദ്രമോദിയുടെ അച്ഛൻ BJPയുടെ ജ്യോതിരാദിത്യ സിന്ധ്യ മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ ആ കുടുംബാധിപത്യത്തിന്റെ വേരുകൾ മുഴുവൻ ഇപ്പോൾ നിങ്ങൾ സ്വന്തമാക്കി വെച്ചിരിക്കുകയാണ്. എന്നിട്ടാണ് നിങ്ങൾ കുടുംബാധിപത്യത്തിനെതിരെ പറയുന്നത്. ഇന്ന് കേരളത്തിൽ പത്മജ വരെ നോക്കിയാൽ കുടുംബാധിപത്യം പറയുന്നവരുടെ മക്കളും അനന്തരവന്മാരും ഒക്കെ നിങ്ങൾക്കൊപ്പമാണുള്ളത്. അല്ല, അതാണ് പറഞ്ഞത്, ഞങ്ങളുടെയൊക്കെ മോദിയുടെ ഒക്കെ അച്ഛനും അച്ഛന്റെ അച്ഛനൊക്കെ ഇതിന്റെ ഭാഗമായിരുന്നു. നിങ്ങൾ കുടുംബാധിപത്യത്തെ കുറ്റം പറയുകയും അതിന്റെ ഭാഗമായവരെ സ്വന്തമാക്കുകയും ചെയ്തിട്ട് വീണ്ടും കുടുംബാധിപത്യം എന്ന ആരോപണം ഉന്നയിക്കുന്നതിനെയാണ് ഞാൻ ചോദ്യം ചെയ്തത്. പാർട്ടിയിൽ എടുക്കാൻ പാടില്ല എന്നല്ല കുട്ടി പറയണേ, മക്കളെ പാർട്ടിയിൽ എടുക്കാൻ പാടില്ല എന്നല്ല പറയണേ. ആ പാർട്ടിയുടെ നിയന്ത്രണം മുഴുവൻ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി പോലെ ഒരു കുടുംബത്തിന് അടിയറ വെച്ചിട്ട് അടിമകളെ പോലെ ജീവിക്കരുത്. ഞങ്ങളാരും അതല്ല ചെയ്യുന്നത്. ഇനി അതും പോട്ടെ, അതും സഹിക്കാം. ഇപ്പൊ വന്ന് കൂട്ടത്തിലൊരുത്തരം വിശ്വാസം. കുടുംബാധിപത്യം ഏകാധിപത്യത്തിന് വഴിമാറുന്നു എന്നൊരു സംശയം കൂടിയാണല്ലോ. മൂന്നാം തവണയും ഞാൻ എന്നാണ് നരേന്ദ്രമോദി ഇന്നും മീററ്റിൽ ആവർത്തിച്ചു പറഞ്ഞത്. മൂന്നാം തവണയും BJP സർക്കാർ എന്നോ NDA സർക്കാർ എന്നോ അല്ല, മൂന്നാം തവണയും നരേന്ദ്രമോദി ഞാൻ അധികാരത്തിൽ എന്നതാണ് പറഞ്ഞത്. അപ്പോൾ കുടുംബാധിപത്യം ഏകാധിപത്യത്തിന് വഴിമാറുന്നു എന്നൊരു സംശയവും അവിടെ ഉയരുമല്ലോ. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. നിങ്ങൾക്ക് മാത്രം ഞാൻ നിർത്തിപ്പോയിക്കോളാം, വലിയ ബുദ്ധിമുട്ടില്ല. ഇല്ല, അങ്ങനെയല്ല, നമുക്കൊരു ബ്രേക്ക് പോകേണ്ട സമയമായി. ബ്രേക്ക് പോകണ്ടല്ലോ. എനിക്കെതിരെ 4 ചോദ്യം ഞാൻ പറഞ്ഞപ്പോ ചോദിച്ചു. അതിനിടയ്ക്ക് മറ്റേ അനിൽ ബോസും കയറി. ഇതെന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് ചർച്ച നടത്തുന്നത്? താങ്കൾ വിശദീകരിച്ചല്ലോ. നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. തിരിച്ചെത്തണമെന്നില്ലെന്നേ, നിങ്ങൾ പോയിക്കോ.